എല്ലാ വർഷവും UPSC പ്രിലിംസിലും അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കിട്ടും. അതാണ് പ്രയാമ്പിളും അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയാമ്പിളിനെ പറ്റിയിട്ടുള്ളതാണ്. സോ വെൽക്കം ടു റൈസപ്പ് IAS. സോ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് വീണ്ടും പ്രയാമ്പിള് കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് കാരണമാണ്. ഡി ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2024 പ്രകാരം ഇറ്റ് ആക്ച്വലി ക്വസ്റ്റ്യൻ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു പർട്ടിക്കുലർ കേസാണ്. സോ ആസ് പെർ ദ കേസ് ദേ ഡിമാൻഡഡ് ദാറ്റ് എന്താണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വിച്ച് ആഡഡ് ആക്ച്വലി എന്താണ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയണം എന്നുള്ളതാണ്. സോ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രയാമ്പിളിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. പ്രയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രയാമ്പിൾ ഈസ് കൺസിഡർഡ് ആസ് എ പ്രിഫേസ് ഓർ ഇത് ഇൻട്രൊഡക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് സുപ്രീം കോർട്ട് ഇറ്റ്സെൽഫ് സെഡ് ദാറ്റ് പ്രയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കീ ടു അൺട്രാവൽ ദി മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. കീ ടു അൺട്രാവൽ ദി മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. എന്തിനാണ് ബേസിക്കലി അൺട്രാവൽ ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോടതിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയാമ്പിൾ റെഫർ ചെയ്യാം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പ്രയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആംബിഗ്വിറ്റി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ആംബിഗ്വിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ പ്രയാമ്പിൾ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ പ്രയാമ്പിൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആക്ച്വലി സമ്മറൈസ് ദി എസെൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എസെൻസ് എന്താണ് എന്ന് സമ്മറൈസ് ചെയ്യുന്നതാണ് ബേസിക്കലി പ്രയാമ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രയാമ്പിൾ ഈസ് ദ ലാസ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ടു റിട്ടേൺ ആണ് ബേസിക്കലി പ്രയാമ്പിൾ. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഭാഗവും എഴുതി കഴിഞ്ഞതിന് ശേഷം, എല്ലാ പാർട്ടും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പ്രയാമ്പിൾ എഴുതിയിട്ടുള്ളത്. ഇനി പ്രയാമ്പിളിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, സോ ദ വി ദ പീപ്പിൾ. സോ പ്രയാമ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്യുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്, ഓർത്ത് വെക്കുക. പ്രയാമ്പിൾ ആസ് എ കോൺസെപ്റ്റ് വി ബോറോ ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും വി ദി പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വി ദ പീപ്പിൾ എന്ന് പറയുന്നത് ബോറോ ചെയ്ത് എവിടുന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ അനദർ ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പ്രയാമ്പിൾ എന്ന് പറയുന്നത് പ്രയാമ്പിളിൽ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് പ്രയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് പ്രയാമ്പിളിൽ പറയുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്? ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്നുള്ളതാണ് ഒരു ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു? 3 വേർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്തത്? ആഡ് ചെയ്തിട്ടുള്ള 3 വേർഡ്സ്. 1976 ഒരു തവണ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളൂ? അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് വാസ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പം നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1949 26 നവംബറിൽ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്നുള്ളതാണ്. സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ആണ് ബേസിക്കലി നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പ്രയാമ്പിൾ എന്തുകൂടി പറയുന്നുണ്ട്? ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്നാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? എന്നാണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ? 1949 നവംബർ 26 ബേസിക്കലി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ വരുന്നത്. പക്ഷേ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1950 ജനുവരി 26. ഓക്കെ, ഇനി ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പ്രയാമ്പിൾ നമ്മളിൽ നിന്ന് ഇൻസ്പയർ ആയത് എവിടുന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അതർ പാർട്സ് ഓഫ് ദി പ്രയാമ്പിൾ എവിടെ നിന്നൊക്കെയാണ് ഇൻസ്പയർ ആയെന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത്, വി ദ പീപ്പിൾ എന്ന് പറയുന്നത് USA നിന്ന് വന്നിട്ടുള്ളതാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ജസ്റ്റിസ്, ദാറ്റ് ഈസ് സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ എന്ന് പറയുന്ന വേർഡ് ഇത് എവിടുന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? ദിസ് ഈസ് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ളത്, റഷ്യൻ റവല്യൂഷൻ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി അല്ലെ, ഫ്രട്ടേണിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും എവിടെ നിന്നാണ് അല്ലേ? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. സോ ഈ വേർഡ്സുകൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് പ്രയാമ്പിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്. സോ പ്രയാമ്പിൾ എന്തൊക്കെ പറയുന്നുണ്ട്? നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ പറയുന്നുണ്ട്. പ്രയാമ്പിൾ എവിടെ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ സോഴ്സ് ഓഫ് പവർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ വേർഡുകളുടെ മീനിങ് ആണ്. സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോവറിൻ ഈസ് നത്തിങ് ബട്ട് ആൻ അബ്സല്യൂട്ട് ഇൻഡിപെൻഡൻസ്, നോട്ട് എ ഗവൺമെന്റ്
നോട്ട് കൺട്രോൾഡ് ബൈ any other body externally or internally, okay, or any other power. എക്സ്റ്റേണൽ ആയ പവർ ആണെങ്കിലും ഇന്റേണൽ പവർ ആണെന്നുണ്ടെങ്കിലും വേറൊരു ബോഡിയും എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഗവൺമെന്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻഡിപെൻഡന്റ്, നോട്ട് ഡിപ്പെൻഡന്റ്, നോട്ട് ഡൊമൈൻ ഓഫ് എനി അതർ കൺട്രി എന്നുള്ളതിനാണ് നമ്മൾ സോവറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളിവിടെ സുപ്രീം കോടതി ഡി ബൽറാം കേസിൽ തന്നെ, ബേസിക്കലി ഈ ഡി ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് സോഷ്യലിസം എന്ന്. കാരണം USSR കാണുന്ന സോഷ്യലിസം അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിലുള്ള സോഷ്യലിസം. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആസ് പെർ ദ സുപ്രീം കോടതി പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റേറ്റ് കമ്മിറ്റ്മെന്റ് ടു ബി വെൽഫെയർ സ്റ്റേറ്റ് ടു എൻഷുർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അല്ലാതെ പ്രൈവറ്റ് സെക്ടറിനെ എഗെയിൻസ്റ്റ് അല്ല ഇന്ത്യയിലുള്ള സോഷ്യലിസം എന്ന് പറയുന്നത്. സുപ്രീം കോടതി തന്നെ ഒബ്സർവ് ചെയ്തത് സോഷ്യലിസം ഉണ്ടായിട്ടും ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ കമ്മിറ്റ്മെന്റ് ഫോർ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതിനെയാണ് സുപ്രീം കോടതി സോഷ്യലിസം എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തത്. സെക്യുലർ എന്ന് പറഞ്ഞാൽ അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെൽഫെയർ സ്റ്റേറ്റ്, കമ്മിറ്റ്മെന്റ് ടു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്, അത് തെറ്റിപ്പോകരുത്. അതേപോലെ തന്നെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറിൻ സ്റ്റേറ്റ് നൈദർ സപ്പോർട്ട് എനി റിലീജിയൻ നോർ പീനലൈസ് ദി പ്രൊഫഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വേറൊരു റിലീജിയൻ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, എല്ലാ റിലീജിയനും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇക്യൂ ഡിസ്റ്റൻസ് മോഡലാണ്. സോ അനദർ വേർഡ് ഈസ് ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് പീപ്പിൾസ് എലക്റ്റഡ്, അല്ലേ? ഡെമോക്രാറ്റിക് ആയിട്ട് പീപ്പിൾ എലക്റ്റഡ് ആവുന്ന ആളുകളെ എലക്ട് ചെയ്യുന്നു, പീപ്പിളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് വിളിക്കുന്നത്. റിപ്പബ്ലിക്കോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്തായിരിക്കും? ഇലക്റ്റഡ് ആയിരിക്കും. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ്. ഇതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. സോ ഈ വേർഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് UPSC ട്രാപ്പ് പോയിന്റ്, UPSC മിക്കപ്പോഴും ട്രാപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി പ്രയാമ്പിൾ ഈസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈസ് ദ പ്രയാമ്പിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇനിഷ്യലി എന്തായിരുന്നു, സുപ്രീം കോടതി പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ആസ് പെർ കേശവാനന്ദ ഭാരതി കേസ് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? കേശവാനന്ദ ഭാരതി കേസ് പ്രകാരം preamble is part of the constitution. So Keshanti Bharati case in 1973 പ്രകാരം preamble is part of the constitution. Can preamble be amended? Another ചോദ്യമാണ് അല്ലേ. preamble എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡ് ചെയ്യാൻ പറ്റും. ഒരു തവണ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഏതാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. സോ preamble can be amended. പക്ഷേ preamble എന്ത് ചെയ്യണം? അമെൻഡ് ചെയ്യുമ്പോൾ വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പാടില്ല? എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പ്രയാമ്പിൾ ഈസ് നോൺ ജസ്റ്റിഫയബിൾ ആൻഡ് നോട്ട് സോഴ്സ് ഓഫ് ദി പവർ ഓർ നൈദർ റെസ്ട്രിക്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പ്രയാമ്പിൾ എന്താണ്? നോൺ ജസ്റ്റിഫയബിൾ ആണ്. പ്രയാമ്പിളിലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ പ്രയാമ്പിൾ ഈസ് നോൺ ജസ്റ്റിഫയബിൾ ആണ്. അതേപോലെ തന്നെ ഇതെന്തല്ല, ഒരു എക്സിക്യൂട്ടീവിനുള്ള സോഴ്സ് ഓഫ് പവറും അല്ല. ഇനി എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യുന്നില്ല? പ്രയാമ്പിൾ കാരണം പവറിൽ റെസ്ട്രിക്ഷനും വരുന്നില്ല. UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പ്രയാമ്പിൾ നോൺ ജസ്റ്റിഫയബിൾ അല്ല, സോഴ്സ് ഓഫ് പവർ അല്ല, അതേപോലെ തന്നെ പവറിന്റെ ഒരു റെസ്ട്രിക്ഷനും അല്ല എന്നുള്ളതാണ് പ്രയാമ്പിളിന്റെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി പ്രയാമ്പിളിന്റെ ഡിസൈൻസിലേക്ക് വരുന്ന സമയത്ത് പ്രയാമ്പിളിന്റെ പേര് അല്ലെങ്കിൽ കാലിഗ്രഫി ചെയ്ത ആളാണ് പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന് പറയുന്ന ആൾ. അണ്ടർ ദി ഗൈഡൻസ് ഓഫ് നന്ദലാൽ ബോസ് ആണ് ബേസിക്കലി. അതേപോലെ തന്നെ അതിന്റെ മാനുസ്ക്രിപ്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്തത്, ഇലുമിനേഷൻ പെയിന്റിങ്സ് ഒക്കെ ചെയ്തതാണ് ബിഹോർ രാമനോഹർ സിൻഹയാണ് ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്? ശാന്തിനികേതൻ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ന്യൂസിൽ വരാൻ കാരണം 2024 ഡി ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസസിൽ എന്ത് ചെയ്തു? പ്രയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ള ഈ വേർഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ 3 വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻവാലിഡ് ആണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോടതി പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻവാലിഡ് ആണെന്നായിരുന്നു ആർഗ്യുമെന്റ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഇറ്റ് ഈസ് വാലിഡ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് സുപ്രീം കോർട്ട് ഓൾസോ ഡിഫൈൻഡ് ദ വേർഡ് സോഷ്യലിസം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് സെക്യുലറിസം, ഇൻ ഇന്ത്യൻ പ്രയാമ്പിൾ എന്താണ് സെക്യുലറിസം എന്നുള്ളത് എന്ത് ചെയ്തു? സുപ്രീം കോടതി ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പ്രയാമ്പിളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ സോവറിനിറ്റി എവിടെയാണ് റെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ആ വേർഡ് നിങ്ങൾ മറന്നു പോയത്. പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇന്ത്യയിൽ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ആരുടെ കയ്യിലാണ്? ബേസിക്കലി വി ദ പീപ്പിൾ, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. സോ എന്താണ്? പൊളിറ്റിക്കൽ സോവറിനിറ്റി റെസ്റ്റ് വിത്ത് പീപ്പിൾ. ഓക്കെ, പക്ഷെ ലീഗൽ സോവറിനിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഈസ് റെസ്റ്റ് വിത്ത് എവിടെയാണ്?
കോൺസ്റ്റിറ്റ്യൂഷൻ. ലീഗൽ സോവറിനിറ്റി എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ഇതിനകത്ത് ട്രാപ്പായിട്ട് വരാനുള്ള ചാൻസ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട് ഓഫ് ദ പ്രയാമ്പിൾ ഈസ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നോട്ട്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ ഈ വേർഡുകളുടെ മീനിങ്ങുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതേപോലെ ലീഗൽ സ്റ്റാറ്റസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ, പ്രയാമ്പിളിൻ്റെ എന്താണെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.